അപ്പം ഹൗ വുഡ് യു ഡിഫൈൻ സ്പിരിച്വാലിറ്റി? സ്പിരിച്വാലിറ്റി അപ്പൊ എങ്ങനെ ഡിഫൈൻ ചെയ്യും? സ്പിരിച്വാലിറ്റി ഡിഫൈൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഗോഡ് എന്താണെന്ന് അറിയണം ഫസ്റ്റ്. ഗോഡിൽ നിന്നാണ് നമ്മൾ സ്പിരിച്വാലിറ്റി എന്ന ടേം ഉപയോഗിക്കുന്നത്. ശരിക്കും നമ്മൾ ഒരു ട്രഡീഷണൽ മെത്തേഡ് അനുസരിച്ച് ഗോഡ് എന്ന് പറയുന്നത് നമ്മളെ ഹെൽപ്പ് ചെയ്യാനും നമ്മളെ സംരക്ഷിക്കാനും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനുമുള്ള ഒരു ഇതാണെന്നാണ് നമ്മുടെ വിശ്വാസം. അല്ല, നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ്, ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് ആണ് ഈശ്വരൻ എന്ന് വിളിക്കുന്നത്. അതായത് നമുക്ക് എന്തൊരു കാര്യം ഏറ്റവും പവർഫുള്ളായ അല്ലെങ്കിൽ ഏറ്റവും ബോധപൂർവമായ മനസ്സുപയോഗിച്ച് അല്ലെങ്കിൽ ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റാൻ വേണ്ടി നമുക്ക് എന്ത് വേണം? കോൺഫിഡൻസ് വേണം. ഈ കോൺഫിഡൻസ് പലപ്പോഴും നമുക്ക് മിസ്സിംഗ് ആയി പോകും. അങ്ങനെ മിസ്സിംഗ് ആയി പോകുന്ന സമയത്താണ് നമുക്ക് പലപ്പോഴും പല ഡാമേജുകൾ സംഭവിക്കുന്നത്. ഇതിനെ നമുക്ക് വേറെ ഒന്നുമില്ലാതെ നമ്മുടെ തന്നെ വിശ്വാസം ഇൻക്ലൂഡ് ചെയ്ത് നമ്മുടെ എനർജീനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഈ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഗോഡ് എന്ന് വിളിക്കുന്നത്. ഗോഡ് എന്ന് പറയുന്നത് ആക്ച്വലി കോൺഫിഡൻസ് ആണ്. ഒരു വ്യക്തിക്ക് എന്തൊരു കാര്യവും വളരെ കൃത്യമായിട്ട് പവർഫുള്ളായിട്ട് ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോഡ് എന്ന് പറയുന്ന ഒരു എനർജി, ദാറ്റ് മീൻസ് സ്പിരിച്വാലിറ്റി. ഇനി സ്പിരിച്വാലിറ്റി, അതിനകത്ത് സ്പിരിച്വാലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ അഴുക്കുകൾ, അതായത് നമ്മുടെ ഉള്ളിലെ കുറേ മിസ്റ്റേക്കുകൾ ഉണ്ടല്ലോ, നമ്മുടെ ഉള്ളിലെ ഈഗോ, നമ്മുടെ കോംപ്ലക്സ്, നമ്മുടെ തെറ്റിദ്ധാരണകൾ തുടങ്ങിയിട്ടുള്ള നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ അനുവദിക്കാത്ത നമ്മുടെ ഉള്ളിലെ അഴുക്കുകളെ എടുത്ത് കളയാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക് മാത്രമാണ് സ്പിരിച്വാലിറ്റി.